സ്റ്റീൽ, അലൂമിനിയം എന്നിവയുടെ ഇറക്കുമതി തീരുവ 25% നിന്നും 50%ലേക്ക് ഉയർത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൂചന നൽകിയതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഗ്ലോബൽ മാർക്കറ്റ് വോളറ്റൈലാവുകയും അതിൻ്റെ ഇമ്പാക്റ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രകടമാവുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ്റെ ഫസ്റ്റ് ഹാഫിൽ മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ ശക്തമായിരുന്നു. എന്നാൽ സെക്കൻഡ് ഹാഫോടുകൂടി മാർക്കറ്റ് ഒരു റിക്കവറി കാഴ്ചവെക്കുകയും ഇൻഡെക്സ് 34 പോയിന്റ് ഇടിഞ്ഞ് 24,716 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. വെള്ളിയാഴ്ച പുറത്തുവന്ന Q4 GDP ഗ്രോത്ത് ഡേറ്റ മികച്ചതാണെങ്കിലും മെറ്റൽ, IT തുടങ്ങിയ സെക്ടറിൽ വന്ന സെല്ലിംഗ് പ്രഷറിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയത്. HDFC ബാങ്ക്, ബജാജ് ഫിനാൻസ്, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളും ഇന്ന് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. അതേസമയം മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് ഇൻഡെക്സുകൾ പോസിറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.58ഉം സ്മോൾ ക്യാപ് ഇൻഡെക്സ് 0.36% ഉയർന്നു. കൂടാതെ ഇന്ത്യ വിക്സ് 6% വർദ്ധിച്ച് 17.16 എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. വെള്ളിയാഴ്ച പുറത്തുവന്ന Q4 GDP ഗ്രോത്ത് ഡേറ്റ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. Q4-ൽ ഇന്ത്യയുടെ GDP ഗ്രോത്ത് 7.4% എന്ന നിരക്കിലേക്കെത്തി. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ 2025-ലെ GDP ഗ്രോത്ത് മാർക്കറ്റ് എസ്റ്റിമേഷനായ 6.5%ലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിലെ Q4-ലെ GDP ഗ്രോത്ത് ഡേറ്റ 8.4%-ൽ നിന്നും 7.4%-ലേക്കാണ് ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് PMI ഇൻഡെക്സ് ഡേറ്റയും ഇന്ന് പുറത്തു വന്നു. മെയ് മാസത്തിലെ PMI ഡേറ്റ നമ്മൾ പരിശോധിച്ചാൽ ഏപ്രിൽ മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ PMI ഇൻഡെക്സ് 58.2-ൽ നിന്നും 57.6-ലേക്ക് ഇടിഞ്ഞിട്ടുണ്ട്. എന്നാലും ന്യൂട്രൽ ലെവലായ 50-ന് മുകളിൽ PMI ഇൻഡെക്സ് സസ്റ്റെയിൻ ചെയ്യുന്നത് ഇന്ത്യയുടെ മാനുഫാക്ചറിംഗ് സെക്ടറിലെ ഡിമാൻഡിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇന്ത്യ-പാകിസ്ഥാൻ സംഘർഷം, ഇൻഫ്ലേഷൻ തുടങ്ങിയവ മാനുഫാക്ചറിംഗ് സെക്ടറിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നെങ്കിലും ഡിമാൻഡ് ഇപ്പോഴും ശക്തമാണെന്നുള്ള സൂചനയാണ് PMI ഇൻഡെക്സ് ഡേറ്റയും നൽകുന്നത്. ഇന്ന് അമേരിക്കൻ മാർക്കറ്റിലും, അതായത് അമേരിക്കൻ ഫ്യൂച്ചറിലും ഒരു മോശം പെർഫോമൻസ് തന്നെയാണ് കാണാൻ സാധിച്ചത്. ഡോളർ ഇൻഡെക്സ് 0.59% ഇടിഞ്ഞ് 98.74 എന്ന ലെവലിലേക്ക് എത്തി. കൂടാതെ ക്രൂഡ് ഓയിലിൻ്റെ വില $2.03 വർദ്ധിച്ച് $64.81 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്റ്റീലിന് മുകളിൽ പ്രഖ്യാപിച്ച ഇറക്കുമതി താരിഫിനെ തുടർന്ന് ഇന്ന് ഏഷ്യൻ മാർക്കറ്റും യൂറോപ്യൻ മാർക്കറ്റും മോശം പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. കൂടാതെ ഒട്ടുമിക്ക ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ന് സെല്ലിംഗ് പ്രഷർ ശക്തമാവുകയും ചെയ്തു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ പുറത്തു വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡേറ്റയാണ് ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ സെയിൽസ് ഡേറ്റ. നമ്മൾ പരിശോധിച്ചാൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് മന്ത് ടു മന്തും ഇയർ ഓൺ ഇയറിലും ഇടിഞ്ഞിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിൻ്റെ സെയിൽസ് മന്ത് ടു മന്ത് 1.12%, ഇയർ ഓൺ ഇയറിൽ 8.57% ഇടിഞ്ഞു. 2024 മെയ് മാസത്തിൽ 76,766 വെഹിക്കിളുകൾ ടാറ്റ മോട്ടോഴ്സ് സെൽ ചെയ്തപ്പോൾ 2025 മെയ് മാസത്തിൽ സെല്ലിംഗ് 70,187 യൂണിറ്റിലേക്കെത്തി. ബജാജ് ഓട്ടോയുടെ ഓട്ടോമൊബൈൽ സെയിൽസ് മന്ത് ടു മന്ത് 1.16% ഇടിഞ്ഞെങ്കിലും കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മെയ് മാസത്തെ സെയിൽസ് 3,55,323 യൂണിറ്റിൽ നിന്നും 3,84,621 യൂണിറ്റിലേക്കെത്തി. ഹീറോ മോട്ടോർ കോർപ്പിൻ്റെ സെയിൽസും മന്ത് ടു മന്ത് 1.71% ഇടിഞ്ഞെങ്കിലും ഇയർ ഓൺ ഇയറിൽ ഏകദേശം 1.92% ഉയർന്നു. 4,98,123 യൂണിറ്റിൽ നിന്നും 5,07,701 യൂണിറ്റിലേക്കുള്ള വളർച്ചയാണ് ഹീറോ മോട്ടോർ കോർപ്പ് കൈവരിച്ചിരിക്കുന്നത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ സെയിൽസ് മന്ത് ടു മന്ത് 17.33% വർദ്ധിച്ചിട്ടുണ്ട്. 2024 മെയ് മാസത്തിൽ 71,682 യൂണിറ്റ് ആയിരുന്നു. ഇപ്പോഴത് 84,110 യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. ഹ്യുണ്ടായി മോട്ടോർ ഇന്ത്യയുടെ സെയിൽസ് ഏറെക്കുറെ ഫ്ലാറ്റാണ്. മന്ത് ടു മന്ത് സെയിൽസ് 0.51% ഉയർന്നപ്പോൾ കഴിഞ്ഞ വർഷവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2024 മെയ് മാസവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സെയിൽസ് 43,861 യൂണിറ്റിൽ നിന്നും 58,502 യൂണിറ്റായി ഉയരുകയും ചെയ്തു. ഐഷർ മോട്ടോഴ്സിൻ്റെ സെയിൽസിൽ 26% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 2024 മെയ് മാസത്തിൽ 2,331 യൂണിറ്റ് ആയിരുന്നു സെൽ ചെയ്തത്. അതിപ്പോൾ 2,502 യൂണിറ്റായി ഉയർന്നിട്ടുണ്ട്. മോട്ടോർ വെഹിക്കിൾസിൻ്റെ സെയിൽസ് നോക്കിയാൽ 71,010 യൂണിറ്റിൽ നിന്നും 89,429 യൂണിറ്റായി ഉയരുകയും ചെയ്തു.
ഓട്ടോമൊബൈൽ സെയിൽസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഓട്ടോമൊബൈൽ സെക്ടറിലെ സ്റ്റോക്കുകൾ മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു. ഇതിൻ്റെ ഇമ്പാക്റ്റ് നാളത്തെ ട്രേഡിംഗ് സെഷനിലും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കാനും സാധ്യതയുണ്ട്. ഇൻട്രാഡേയിൽ മികച്ച ഒരു റിക്കവറി വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ അവിടെ ഒരു പോസിറ്റീവ് ക്യാൻഡിലാണ് കാണാൻ സാധിക്കുന്നത്. പോസിറ്റീവ് ക്യാൻഡിലാണെങ്കിലും ക്യാൻഡിലിൻ്റെ നേച്ചർ ഇൻഡിസിസീവിനെ തന്നെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. എന്നാൽ ബോട്ടം ലെവലിൽ നിന്ന് മാർക്കറ്റിന് ലഭിക്കുന്ന സപ്പോർട്ടിനെ കുറിച്ചും ക്യാൻഡിൽ വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. 24,600 പ്രധാന സപ്പോർട്ടായിരിക്കും എന്നുള്ള സൂചന തന്നെയാണ് ഇന്നത്തെ ക്യാൻഡിൽ നൽകുന്നത്. അതേസമയം 25,000 നിന്നും റെസിസ്റ്റൻസ് 24,900 എന്ന ലെവലിലേക്ക് എത്തിയത് മാർക്കറ്റിൻ്റെ ടൈം